എന്നാണ് ഈ 64 സർക്കാർ പറയുന്നത്. നമ്മൾ പറയുന്നത് തട്ടിമുട്ടിയ കണക്കാണോ അതോ വേറെ ആൾക്കാരായ ആളുകളുണ്ട് എന്നാണ്. നമ്മുടെ യാഥാർത്ഥ്യം വേറെ ഇല്ല. എന്തുകൊണ്ടാണ് അവർ പ്രകടന പത്രികയിൽ പറഞ്ഞിരിക്കുന്നത് 4.5 ലക്ഷം പേരുണ്ട്? സെൻസസിലെ കണക്ക് എന്താണ്? നിയമസഭയിലെ മറുപടി എന്തായിരുന്നു? നിയമസഭയിലെ മറുപടി ഗവൺമെന്റ് പരിശോധിച്ചിട്ടല്ലേ? അത് ഭരണകക്ഷി MLA ചോദ്യത്തിന് തന്നെയാണ് അല്ലേ? ഭരണകക്ഷി MLAക്ക് മന്ത്രിമാർ കൊടുക്കുന്ന മറുപടിയിൽ നിന്ന് അവർക്ക് ഒളിച്ചോടാൻ സാധിക്കും. യാഥാർത്ഥ്യത്തിൽ നിന്ന് അവർക്ക് യാഥാർത്ഥ്യത്തെ മറച്ചു വയ്ക്കാൻ സാധിക്കും. ഇത് പ്രഖ്യാപനത്തിൽ ഒതുങ്ങുകയാണ്, യാഥാർത്ഥ്യവുമായിട്ട് ബന്ധമില്ല. ആനുകൂല്യങ്ങൾക്ക് അർഹതയുള്ളവർക്ക് അത് നിഷേധിക്കാനുള്ളൊരു കുതന്ത്രമാണ്. പിന്നെ ഗവൺമെന്റ് പ്രഖ്യാപിച്ചുള്ള ഈ ആനുകൂല്യങ്ങൾ നൽകുന്നതിന് വേണ്ടി സഹകരണ സംഘങ്ങളിൽ നിന്ന് വായ്പ എടുക്കുന്ന പറയുന്നത്. സഹകരണ സംഘങ്ങൾ പൊതുവിൽ കേരളത്തിൽ സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. സഹകരണ മേഖല തകർന്നുകൊണ്ടിരിക്കുകയാണ്. അവരെ നിർബന്ധിച്ച് അവരുടെ ഡെപ്പോസിറ്റ് സ്വീകരിക്കുന്നവർക്ക് ഇത്ര ശതമാനം പൈസ അവിടെ നീക്കിയിരിപ്പുണ്ടാകണം എന്ന് ഫ്ലൂയിഡ് റിസോഴ്സ് നിബന്ധനയുണ്ട്. ഇത്ര ശതമാനം 1 കോടി രൂപ നിക്ഷേപം സ്വീകരിച്ചാൽ അതിന് കരുതൽ ധനമായിട്ട് ഇത്ര പൈസ സംഘങ്ങൾക്ക് നിക്ഷേപം ഉണ്ടായിരിക്കണം എന്ന നിബന്ധന നിലനിൽക്കെ ആ നിബന്ധന മറികടന്ന് സംഘങ്ങളുടെ സാമ്പത്തിക ഭദ്രത എതിർക്കുന്ന രൂപത്തിൽ, ഇല്ലാതാക്കുന്ന രൂപത്തിലാണ് ഗവൺമെൻറ് സഹകരണ സ്ഥാപനങ്ങളെ പിഴിഞ്ഞ് ഇപ്പോൾ പണം സ്വരൂപിക്കുന്നത്. ഈ അധികാരികളുള്ളവരുടെ വിഷയത്തിൽ കോൺഗ്രസിനൊരു എതിർപ്പുണ്ടല്ലോ. നമ്മളെ സർക്കാരിൻ്റെ കണക്ക് നമ്മൾ അംഗീകരിക്കും. അപ്പോൾ ഈ സർക്കാരിൻ്റെ ഈ കണക്കുകൾ തെറ്റാണ് എന്ന് തെളിയിക്കുന്ന തരത്തിൽ നമ്മൾ എന്തെങ്കിലും ഒരു കോംപ്രമൈസ് ചെയ്ത് ഞങ്ങൾക്കിപ്പോൾ അതാണ് പറഞ്ഞത് നേരത്തെ നിയമസഭയിലെ മന്ത്രിമാർ പറഞ്ഞ കണക്ക് ജീവിത യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാകുന്നവരുണ്ട്. ഞങ്ങൾ മനസ്സിലാക്കുന്നവരുണ്ട്. ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരും ഞങ്ങളുടെ അറിവിലുള്ള ആളുകളുണ്ട്. ഞങ്ങളെ സമീപിക്കുന്ന അവരുടെ ജീവൻ പ്രയാസങ്ങളുമായിട്ട് സമീപിക്കുന്നവരുണ്ട്. ഇപ്പോഴും രോഗികളുടെ കാര്യം പറഞ്ഞു. കേരളത്തിലെ എല്ലാ രോഗികൾക്കും ചികിത്സാ സൗകര്യം ഒരുക്കുന്നു എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. എത്ര പേരാണ് ചികിത്സ ലഭിക്കാതെ പ്രയാസപ്പെട്ട് ഗുരുതരമായ രോഗം വരുന്നവർക്ക് എന്തെങ്കിലും സംരക്ഷണം കിട്ടുന്നുണ്ടോ? നാട്ടുകാരുണ്ടാക്കുന്ന ചികിത്സാ കമ്മിറ്റിയാണ് പലരും ആശ്രയിക്കുന്നത്. മുഴുവൻ രോഗികൾക്കും പാവപ്പെട്ടവർ പ്രത്യേകിച്ച് വലയുകയാണ്. ചികിത്സാ വിഷയാർത്ഥം വലയുകയാണ്. എത്ര പേര് ഞങ്ങളെയൊക്കെ സമീപിക്കുന്നു? ജനപ്രതിനിധികൾ എത്ര കമ്മിറ്റികളുടെ രക്ഷാധികാരികളാണ്? ഞങ്ങളൊന്നും അധികം ജോലി ചെയ്യുന്നില്ല ആ കാര്യത്തിൽ. നാട്ടുകാർ പൈസ ഉണ്ടാക്കുകയാണ്, ഞങ്ങളെ രക്ഷാധികാരികളാക്കി ഞങ്ങളെ കൂടെ അതിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഞാൻ തന്നെ പല കമ്മിറ്റികളുടെ രക്ഷാധികാരിയാണ്. ചോദിച്ചതെന്ന് വെച്ചാൽ അത് ശാസ്ത്രീയമായി തയ്യാറാക്കി